ശ്രീ ശ്യാംരാജ്, നേരത്തെ ഒ അബ്ദുള്ള പ്രതികരിക്കുന്നത് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ. അതായത് ബംഗ്ലാദേശിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ, അത്തരം വിഷയങ്ങൾ നമ്മുടെ രാജ്യത്ത് മുൻപ് നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗുജറാത്ത് കലാപത്തിൻ്റെയൊക്കെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പ്രതികരിച്ചത്. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി അല്ല ഇപ്പോൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘർഷങ്ങൾക്ക് പിന്നിൽ എന്ന വാദവും അദ്ദേഹം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ ശ്യാം? ഗൗതം, ഈ കമ്മ്യൂണിസ്റ്റുകളുടെയും അതോടൊപ്പം തന്നെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും ഒരു തന്ത്രമാണ് ഒരു നുണ പലതവണ പല ആവർത്തി പറഞ്ഞതിനെ സത്യമാക്കി മാറ്റുക എന്നുള്ളത്. അതൊന്നും ഈ രാജ്യം ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ടെന്ന് ശ്രീ ഒ അബ്ദുള്ള പോലുള്ളവർ വിചാരിക്കുന്നുണ്ടോ? ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു എന്ന്. നിങ്ങൾ ഈ പറയുന്ന കള്ളത്തരങ്ങളും ഇത്തരത്തിലുള്ള നിങ്ങളുടെ നറേറ്റീവുകളും ഒക്കെ ഈ രാജ്യം വിശ്വസിക്കുന്ന കാലം കഴിഞ്ഞു. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് ഈ പറയുന്നതൊക്കെ വെറും ജൽപ്പനങ്ങളായിട്ട് മാത്രമേ ഈ രാജ്യത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നുള്ളൂ എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിക്കോ. നിങ്ങൾ ഇവിടെ നിങ്ങൾ ഇതിനെ പറഞ്ഞ് പടച്ചു വിട്ടിട്ടുള്ള നുണക്കഥകൾ ഇല്ലില്ല. പറയട്ടെ, എന്റെ സമയത്തല്ല, ഞാൻ പറയട്ടെ. ഞാൻ മിണ്ടില്ലല്ലോ. നിങ്ങൾ പറയുന്ന മൊത്തം സത്യമായതുകൊണ്ടൊന്നും അല്ല ഞാൻ ഇരുന്ന് കേട്ടത്, എന്റെ അവസരത്തിൽ പറയാന്നുള്ളതുകൊണ്ടാണ്. അപ്പൊ ഞാൻ ഇവിടുന്ന് പറയുന്ന തൽക്കാലം കേട്ട് ഇടയ്ക്ക് കയറല്ല. ഞാനിന്ന് ആളുകളുടെ സമയത്ത് പറയാം. ഇഷ്ടംപോലെ കള്ളത്തരം പറയാം. കയറൂല, കാരണം കള്ളത്തരത്തിന്റെ ശ്യാംരാജ് പറയട്ടെ അബ്ദുള്ള, അതിനുശേഷം പറഞ്ഞില്ലല്ലോ ഒന്നും. അയാൾ നേരിന് വഴിയൊക്കെ അല്ലേ, അയാൾ കള്ളത്തരത്തിന് ആരാ മറുപടി അറിയാ? അല്ലല്ല, നിങ്ങൾ കള്ളത്തരം പറയുമ്പോ ഞാൻ മുണ്ടൂല. ഞാൻ പറയട്ടെ, മിണ്ടാതിരിക്കണമായിരുന്നു. കള്ളത്തരത്തിന് മിണ്ടാതിരിക്കണമെങ്കിൽ താങ്കൾ മിണ്ടാതിരിക്കണം. കാരണം താങ്കൾ പറഞ്ഞത് മൊത്തം വലിയ നുണകളാണ്. കള്ളത്തരത്തിന് മിണ്ടാതിരിക്കുന്നയാളാണ് ഒ അബ്ദുള്ള എങ്കിൽ താങ്കൾ ശബ്ദിക്കാനേ പാടില്ല. ഈ കഴിഞ്ഞ 5 മിനിറ്റിൽ നിന്ന് താങ്കൾ പറഞ്ഞത് മൊത്തം പെരും നുണകളാണ്. മനസ്സിലായില്ലേ? അപ്പൊ എന്റെ സമയത്ത് ഞാൻ പറയട്ടെ, താങ്കളുടെ സമയത്ത് താങ്കൾക്ക് പറയാനുള്ള അവസരം കിട്ടും. അപ്പൊ പറയാം, ഞാൻ പറയാം. ഒന്ന്, ഇത്തരത്തിലുള്ള നുണക്കഥകളുടെ ഏത് ഈ ഗുജറാത്തുകാർ, സത്യത്തിൽ ഗുജറാത്ത് കലാപമായിരുന്നു. അത് ഗോത്രാനന്തര കലാപമായിരുന്നു. പറയട്ടെ, ഞാൻ പറയട്ടെ, നമ്മൾ ഉത്തരം നിങ്ങൾ പറയും. ഗോത്രാനന്തര കലാപമായിരുന്നു. ഗോത്രയില് അവിടെ അയോധ്യയിൽ നിന്ന് തിരിച്ചു വന്നിട്ടുള്ള കർസേവകരടങ്ങുന്ന ട്രെയിനിന്റെ ബോഗിക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ള 100 കണക്കിന് ആളുകള് വന്ന് അതിന്റെ മേലെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. എന്തിനു വേണ്ടിയിട്ട്? ആ പാവപ്പെട്ട രാമഭക്തര് അങ്ങനെ ചെയ്യാൻ വേണ്ടി, അങ്ങനെ മരിക്കാൻ വേണ്ടി അവരെന്ത് തെറ്റാ ചെയ്തേ? അവർ ജയ് ശ്രീറാം വിളിച്ചു, അത് മാത്രം അവർ ചെയ്ത തെറ്റ്. അത് പുറത്തു നിന്നുള്ള തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക്, ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരു കാരണവുമില്ലാതെ, യാതൊരു വിധത്തിലുള്ള പ്രകോപനവുമില്ലാതെ 59ഓളം വരുന്ന രാമഭക്തർ യാത്ര ചെയ്തിരുന്ന ട്രെയിനിന് തീ വെച്ചു എന്ന് വെന്തു മരിച്ചു പാവപ്പെട്ടവര്. സ്വാഭാവികമായിട്ടും അതിനുശേഷമുണ്ടായ കലാപത്തിൽ ഇരുഭാഗത്തുമുള്ള ആളുകൾ മരണപ്പെട്ടു. അങ്ങനെയായിരുന്നു ഇപ്പൊ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഇപ്പൊ ബംഗ്ലാദേശിൽ ഉണ്ടാവുന്നത്. അതിനുശേഷം ഗുജറാത്തിൽ എത്ര കലാപങ്ങളുണ്ടായി? ഈ രാജ്യത്ത് എത്ര കലാപങ്ങളുണ്ടായി? ഇന്നും ഇന്നലെയും ഒക്കെ ആയിട്ട് ഈ ലോകം ചർച്ച ചെയ്യുന്ന വിഷയം ഏതാ? എന്താണ് ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? ബംഗാളിലെ ദീപു എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം ഒരു ഹിന്ദു ആയതുകൊണ്ട് മാത്രം അയാൾ എത്ര ക്രൂരമായിട്ടാണ് അയാളെ കൊന്നുകളഞ്ഞത്. മതനിന്ദ ആരോപിച്ചിട്ട് ആളുകൾ കൂട്ടം കൂടി നിന്നിട്ട് അയാളെ ആൾക്കൂട്ട കൊലപാതകം നടത്തി. അയാൾ മരിച്ചോ എന്ന് പോലും അറിയാതെ അയാളെ കെട്ടിത്തൂക്കി. കെട്ടിത്തൂക്കിയ ശവശരീരത്തിന് തീയിട്ട് കൊന്നുകളഞ്ഞു. ഇത്ര പ്രാകൃതമായിട്ടുള്ള ഒരു കൊലപാതകം നടത്തിയ ജമാഅത്തെ ഇസ്ലാമിനെ പോലെയുള്ള സംഘടനകളെയൊക്കെ വെള്ളപൂശാൻ ഈ അബ്ദുള്ള പോലുള്ള ആൾക്കാർക്ക് കഴിയൂ. ഞാൻ പറയുന്നത്, നിങ്ങൾ ഒട്ടകപ്പക്ഷിയെ പോലെ എത്ര തല മണ്ണിനടിയിൽ മറച്ചു വെച്ചാലും, നിങ്ങളുടെ ശരീരം ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് യൂറോപ്പിലായാലും ഇന്ത്യയിലായാലും എവിടെയാണെങ്കിലും, ഞാൻ എല്ലാ ആളുകളെയും പറയുന്നില്ല, പക്ഷേ തീവ്ര ഇസ്ലാമിസ്റ്റുകള് ഇങ്ങനെ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഈ രാജ്യത്തെ അവസ്ഥ എന്താ? ഈ രാജ്യത്ത് ഇതുപോലെയുള്ള നറേറ്റീവുകൾ ഇപ്പൊ വിജയിക്കുന്നുണ്ടോ? ഇല്ല, വിജയിക്കുന്നില്ല. എന്താ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലായാലും പാകിസ്ഥാനിലായാലും ബംഗ്ലാദേശിലായാലും ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളന്നേ. അവരുടെ പേരിൽ കേസുണ്ടോ എന്നൊക്കെ പറയുന്നത്, കേസുണ്ടാവില്ല. കാരണം ഇവർ നടത്തുന്നത് ഇന്റലക്ച്വൽ ടെററിസമാണ്. ഈ രാജ്യത്ത്, ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി നടത്തുന്നത് ഇന്റലക്ച്വൽ ടെററിസമാണ്. ഒരു ചാനൽ തുടങ്ങും, 3 പേര് കൂടിയിരുന്നിട്ട് അടുപ്പ് കൂട്ടി ചർച്ച നടത്തും, നുണക്കഥകൾ, പ്രൊപ്പഗണ്ടകൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കും, ചെറുപ്പക്കാരെ അതിനോട് ഉദ്ബോധിപ്പിക്കും. ഇതാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള ഇന്റലക്ച്വൽ ടെററിസം നടത്തുന്ന ആളുകൾ, അല്ലെങ്കിൽ ടെററിസത്തിന് വിത്തുവാകുന്ന ആളുകൾ, ഇവര് ചെയ്യാത്ത എന്താ അറിയോ? ഇവർക്ക് കേരളം ഒരു സേഫ് സോൺ ആക്കി വെച്ചേക്കാണെന്നേ. ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംഘടനകള് അവർക്ക് സ്വാധീനം വരുന്നത് വരെ, അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്താനുള്ള ഒരു ഭൂരിപക്ഷം കിട്ടുന്നത് വരെ അവർ നിശബ്ദരായിരിക്കും. ഒരൊറ്റ കാര്യം, ഹമാസിന്റെ ഒരു ഉദാഹരണം നിങ്ങൾ എടുത്തു നോക്കൂ. ഹമാസ് ലോകത്തിന് മുമ്പിൽ എന്താ കാണിക്കുന്നത്? ഹമാസിന് ഒരേ സമയത്ത് ഇരയുടെയും വേട്ടക്കാരന്റെ വേഷമെടുത്ത് അണിയാൻ അവർക്കറിയാം.
കൃത്യമായിട്ട് അവർ ഇരയുടെയും വേട്ടക്കാരന്റെ വേഷമെടുത്തണിയാണ്. ഒരു വശത്ത് അവർ ജനങ്ങൾക്ക് മുമ്പിൽ വലിയ ഫോട്ടോഷൂട്ട് നടത്തും, പാവപ്പെട്ട കുട്ടികളെ പിടിച്ച് മുമ്പിൽ നിർത്തും, പാവപ്പെട്ട സ്ത്രീകളെ പിടിച്ച് മുമ്പിൽ നിർത്തും. എന്നിട്ടോ യുദ്ധം വരുമ്പോ അതേ പാവപ്പെട്ട സ്ത്രീകളെയും കുട്ടികളെയും മുമ്പിൽ നിർത്തിയിട്ട് അവർക്ക് പിന്നിലൊളിക്കും. അതായത് അവർക്ക് രക്ഷപ്പെടണമെങ്കിൽ അവരുടെ ഒളിപ്പാളയങ്ങൾ എവിടെയാണ്? സ്കൂളുകൾക്ക് കീഴെ, ആശുപത്രികൾക്ക് കീഴെ. ജമാഅത്തെ ഇസ്ലാമി തീവ്രവാദികൾ ഹമാസ് തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന എവിടെയാ? ആശുപത്രികൾക്ക് കീഴെ. അത് എന്ന് പറഞ്ഞാൽ ആ മനുഷ്യരെ, സാധാരണ രോഗികളെ, സ്ത്രീകളെ, ഗർഭിണികളെ, കുട്ടികളെ ഇവർക്ക് വേണ്ടിയിട്ടുള്ള ഷീൽഡുകളാക്കുകയാണ്. എന്നിട്ട് അവർക്കെതിരെ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ചിത്രം എടുത്തിട്ട് ലോകം മുഴുവൻ പ്രചരിപ്പിക്കലാണ്. അപ്പൊ ഒരേ സമയത്ത് വേട്ടക്കാരാകുന്ന ഇവര്, ഒരേ സമയത്ത് ഇരകളാവുന്ന ഇവർ ഇസ്രായേലിൽ കാണിച്ചത് എന്താണ്? അപ്പൊ നമുക്ക് മനുഷ്യത്വം സംസാരിക്കാം. ഇന്ത്യ പോലെ ഒരു മൂന്നാം രാജ്യത്തിന് നമ്മൾ ഇരു രാജ്യത്തിന്റെ ഒപ്പം കൂടുതൽ പോലും മനുഷ്യത്വം സംസാരിക്കാം. മനുഷ്യത്വം സംസാരിക്കുമ്പോ ഇസ്രായേലില് പാലസ്തീനികള് പാലസ്തീൻ എല്ലാവരും കേട്ടോ, ഹമാസ് എന്താ പോയി ചെയ്യുന്നത്? ഒരു ദിവസം അവിടെ ആടിപ്പാടി സംഗീതം കേട്ടുകൊണ്ടിരുന്ന 10,500 വരുന്ന ആളുകളെ വെറുതെ വെടിവെച്ചു കൊന്നു. ബാക്കി വന്ന ആളുകളെ പിടിച്ചുകൊണ്ട് ബന്ദികളാക്കി, സ്ത്രീകളെ ബലാത്കാരം ചെയ്തു, കൊച്ചുകുട്ടികളെ കൊന്നു കളഞ്ഞു. ഇതിനെന്ത് ന്യായീകരണം ഉള്ളത്? അപ്പൊ ലാസ്റ്റ് ഒരു കാര്യം കൂടി. അപ്പോൾ ഇവർ ഈ ലോകത്ത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ജമാഅത്തെ ഇസ്ലാമി ആയിക്കോട്ടെ, പോപ്പുലർ ഫ്രണ്ട് ആയിക്കോട്ടെ, ഇവർ ഈ ലോകത്ത് മുഴുവൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നതും ഇസ്ലാമിക ഭരണമാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമില്ല. അബ്ദുള്ള പറയട്ടെ, അദ്ദേഹം പറയട്ടെ, ജമാഅത്തെ ഇസ്ലാമി ജനാധിപത്യത്തെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. അവർക്ക് വേണ്ടത് ഇസ്ലാമിക ഭരണമാണ്. ഇന്ത്യയിലെ ജമാഅത്തെ ഇസ്ലാമി അവർ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിക ഭരണമാണ്. ഈ രാജ്യത്തെ ജനാധിപത്യത്തിന്റെ ഭാഗമാകാൻ നിങ്ങൾ ഇട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്കൊരിക്കൽ സ്വാധീനം കിട്ടിയാൽ നിങ്ങളതൊന്നും ചെയ്യില്ല. നിങ്ങളത് ചെയ്യില്ല. ഇപ്പൊ നിങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാകുന്നുണ്ടാവും. നിങ്ങൾക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ട് ജനാധിപത്യത്തിന്റെ ഭാഗമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങളെ ഓടിച്ചുകളയും. അതുകൊണ്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വാധീനമുള്ള എവിടെയാണ് നിങ്ങൾ ജനാധിപത്യത്തെ അംഗീകരിച്ചിട്ടുള്ളത്? പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും 1% സ്വാധീനം കൂടിയാൽ അവിടെ നിങ്ങൾ ഒരു ജനാധിപത്യത്തെ അംഗീകരിച്ചിട്ടില്ല. ഇവിടെ നിങ്ങളുടെ ജനാധിപത്യ വിശ്വാസം എന്ന് പറയുന്ന പോലും നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള സേഫ്റ്റി വാൽവ് മാത്രമാണ്. നിങ്ങൾക്ക് നിലനിൽക്കാൻ വേണ്ടിയിട്ട്, ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് ഈ മണ്ണിൽ കാലുകുത്താൻ വേണ്ടിയിട്ട് പറയുന്ന താൽക്കാലികമായിട്ടുള്ള ഇടങ്ങൾ മാത്രമാണ് നിങ്ങൾക്ക് ജനാധിപത്യം. നിങ്ങൾക്ക് ഇതിന് സ്വാധീനം ഉണ്ടായി നോക്കട്ടെ. നമ്മുടെ തൊട്ടടുത്തുണ്ടല്ലോ പാകിസ്ഥാനും ബംഗ്ലാദേശും. അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ ഇപ്പൊ എന്തായി? നോട്ടെ, അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടുള്ള ആൾക്കാരുടെ അവസ്ഥ എന്താ? ഒരു ലാസ്റ്റ് ഒറ്റ പോയിന്റ്, അവിടെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടുള്ള ജനങ്ങളുടെ ആവശ്യം എന്താണ്? പ്രശ്നം എന്താണ്? അഹമ്മദിയ വിഭാഗത്തിന്റെ പാകിസ്ഥാനിലെ അവസ്ഥ എന്താ? അവരുടെ ശതമാനം എത്ര കുറഞ്ഞു? അപ്പോ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക്, ജമാഅത്തെ ഇസ്ലാമികൾക്ക്, പോപ്പുലർ ഫ്രണ്ടുകാരന് ജനാധിപത്യമില്ല. അവന്റെ പ്രാകൃതമായിട്ടുള്ള നിയമമാണ് വേണ്ടത്. അതിവിടെ ഈ രാജ്യത്ത് നടക്കാൻ വേണ്ടിട്ട് പോകുന്നില്ല എന്നുള്ള നന്നായിട്ട് വരുന്നത് മനസ്സിലാക്കി നന്നായിരിക്കും എന്നാണ് എനിക്ക് ഈ സമയത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ശ്യാംരാജ്.